ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി ഈ മരം ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ നടുക എന്നുള്ളതാണ്. വീട് മേടിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്കുള്ള ആഗ്രഹമായിരുന്നു ഒരു ജാപ്പനീസ് മേപ്പിൾ വീടിന്റെ ഫ്രണ്ടിൽ നടുക എന്നുള്ളത്. കാനഡയിൽ സമ്മർ അകപ്പാടെ കുറച്ച് നാളേ ഉള്ളൂ. ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പം ഞങ്ങൾ ഈ മരം ഒരു കടയിൽ കണ്ടു. അത് അപ്പം തന്നെ പൊക്കി കാറിൽ ഒരു വിധത്തിൽ കയറ്റി ഞങ്ങൾ ഇന്നത് പ്ലാൻ ചെയ്യാൻ തീരുമാനിച്ചു. ഈ വീട് ഇരിക്കുന്നത് ഒരു പുതിയ കൺസ്ട്രക്ഷൻ ഏരിയയിലായതുകൊണ്ട് ഒരുപാട് മരങ്ങളൊന്നുമില്ല. നമ്മൾ തന്നെ വേണം എല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങളാണ് ആദ്യമായിട്ട് ഇവിടെ മരം നടുന്നത്. ഇതിനു മുമ്പ് താമസിച്ചവരൊന്നും ഒന്നും നട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ ലോണിൻ്റെ നടുക്കായിട്ട് ഏകദേശം ഇതിൻ്റെ അടിയിലൂടെ ഗ്യാസ് ലൈനോ വാട്ടർ ലൈനോ ഒന്നും പോകുന്നില്ലെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മൾക്ക് ഇത് ഡിഗ് ചെയ്യാനായിട്ട്. ഈ മണ്ണ് ഇതിൻ്റെ അകത്ത് കൊള്ളുകയല്ല, കാരണം ഈ മണ്ണ് ഫുള്ള് കല്ലാണ്. അപ്പോൾ ഈ മണ്ണ് റിമൂവ് ചെയ്തിട്ട് വേറെ മണ്ണിട്ടിട്ട് ഞങ്ങൾ അങ്ങനെ മിക്സ് ചെയ്തൊക്കെയാണ്. പിന്നെ ഇതൊന്നും എൻ്റെ ഐഡിയ അല്ല, ഇതൊക്കെ നെൽസൻ്റെ ഐഡിയ ആണ്. പുള്ളിക്ക് ഇതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് ഇതിനകത്തൊന്നും വലിയ തല പോയിക്കേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ ചെടികളും ഞങ്ങളുടെ വീട്ടിലിപ്പോൾ നട്ടേക്കുന്ന എല്ലാ ചെടികളും ഇതാണ് ഞങ്ങൾ നടാൻ പോണ മരം. പിന്നെ ഈ ചെടികളെല്ലാം നെൽസൺ നട്ടതാണ്. ക്രെഡിറ്റ് എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ നട്ടാൽ പിടിക്കൂല. അതുകൊണ്ട് നെൽസൺ തന്നെ വേണം എല്ലാം നടാൻ. എന്നെ ഒട്ടും കാണാത്തോണ്ട് 2 കല്ല് പറക്കി കളയാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിൽ ചെറുതായിട്ട് തല കാണിക്കുന്നുണ്ട്. കാനഡയിൽ സമ്മർ കുറച്ച് നാളുള്ളെങ്കിലും അടിക്കുന്ന വെയിലിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് കരിഞ്ഞു പോകും. ഒരു മരം നടാനാണെങ്കിൽ പോലും നെൽസൺ നല്ല വൃത്തിക്കേ ചെയ്യുള്ളൂ. അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുത്ത് കറക്റ്റ് സെന്ററാണ് എന്നൊക്കെ മേക്ക് ഷുവർ ചെയ്ത് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഡയമെൻഷൻസ് ഒക്കെ എടുത്തിട്ടാണ് പുള്ളി ചെയ്യുള്ളൂ. ഞാനാണ് ഈ ചിലപ്പോൾ തട്ടിക്കൂട്ടിയാനെ. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്കൊന്നും പോകാത്തത്. പിന്നെ വെക്കാൻ നേരത്ത് നീങ്ങടെ പിടിച്ചോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോയാൽ എൻ്റെ തലയിലാവും എന്നും പറഞ്ഞ് എന്നെയും കൊണ്ട് ഇങ്ങടെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇത് വെച്ച് കഴിഞ്ഞപ്പം ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ മരം നട്ടു. സപ്പോർട്ടിന് 2 കമ്പൊക്കെ കെട്ടി കയറൊക്കെ കെട്ടിയാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ വീടിന്റെ ഫ്രണ്ടിൽ ഈ മരം നിൽക്കുന്നത്. മരം വെച്ച് തളർന്ന കെട്ടിയോണ്ട് ഞാൻ സൂഷി ഉണ്ടാക്കി കൊടുത്തു വെറൈറ്റി ആയിട്ട്. കഴിച്ചു കഴിഞ്ഞ് പുള്ളിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ വേറൊരു വിശേഷമായി പിന്നെ വരാം. ബൈ ബൈ.